ഫോട്ടോഷോപ്പിലെ പ്രധാനമായ കൺസെപ്റ്റുകളിൽ ഒന്നാണ് ഒപ്പാസിറ്റി. ഒപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പെറൻസിയുടെ ഓപ്പോസിറ്റ് സെൻസിലാണ് ഒപ്പാസിറ്റി എന്ന വാക്ക് ഉപയോഗപ്പെടുത്തുന്നത്. ട്രാൻസ്പെറൻസി എന്നാൽ സുതാര്യതയും ഒപ്പാസിറ്റി എന്നാൽ അതാര്യതയുമാണ്. വെളിച്ചം കടന്നു പോകാത്ത അവസ്ഥയ്ക്കാണ് ഒപ്പാസിറ്റി എന്ന് പറയുന്നത്. ട്രാൻസ്പെറൻസിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഒപ്പാസിറ്റി. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ലെവലുകളിൽ നമ്മൾ ഒപ്പാസിറ്റി അഥവാ ട്രാൻസ്പെറൻസി ഫോട്ടോഷോപ്പിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് പ്രധാനപ്പെട്ട ലെവലുകളിൽ ഒന്ന് ലെയർ ലെവലിലുള്ള ഒപ്പാസിറ്റിയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ലെയർ ലെവലിലുള്ള ഒപ്പാസിറ്റിയാണ്. ഇവിടെ നമ്മളൊരു ചിത്രം തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ചിത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൽ മറ്റൊരു ചിത്രം പേസ്റ്റ് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. ഞാനിവിടെ മുൻപ് കോപ്പി എടുത്ത് വെച്ച ഒരു ചിത്ര ഭാഗം ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. അതിനായിട്ട് കീബോർഡിൽ F4 പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഒരു ചിത്രഭാഗം ഇവിടെ ഈ നമ്മുടെ ചിത്രത്തിൽ പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പേസ്റ്റ് ചെയ്യുന്നത് ഒരു പുതിയ ലെയറിലാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിലായിരിക്കും പേസ്റ്റിംഗ് സംഭവിക്കുന്നത്. ഇവിടെയും അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല അത് ഡെസ്റ്റിനേഷൻ ചിത്രത്തിന്റെ, അതായത് എവിടെയാണോ പേസ്റ്റ് ചെയ്യുന്നത് ആ ചിത്രത്തിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും പേസ്റ്റിംഗ് നടക്കുക. നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഒപ്പാസിറ്റി എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ലെയർ പാലറ്റ് ഇതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരണമെന്നില്ല, ഒരു പഠന കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എവിടെ വെച്ചിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ കാണുന്ന രണ്ട് ലെയർ, ഇപ്പോൾ നമ്മുടെ ഈ ലെയർ പാലറ്റിൽ കാണുന്ന സ്റ്റാക്കിൽ രണ്ട് ലെയറേ ഉള്ളൂ. ഒരു ലെയർ ആണ് സെലക്ഷൻ ലെയർ, ഈ ലെയറാണ് ഇപ്പോൾ ആക്റ്റീവ് ലെയർ. ഈ ലെയറിന് മുകളിൽ കാണുന്ന ഈ സംഗതികൾ, അതായത് ഇവിടെ കാണുന്ന കൺട്രോൾസ് ഉപയോഗിച്ചപ്പെടുത്തി നമുക്ക് ഇതിനെ പല സംഗതികളും സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ കൺസേൺ ഒപ്പാസിറ്റി എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഈ കാണുന്ന കൺട്രോൾ ഉപയോഗിച്ചിട്ടാണ് ഒപ്പാസിറ്റി നിയന്ത്രിക്കപ്പെടുന്നത്. ഒപ്പാസിറ്റി മിക്കവാറും ഫസ്റ്റിൽ വരുന്നത് 100% ഒപ്പാസിറ്റിയാണ്. അതായത് 100% ഒപ്പാസിറ്റി എന്നാൽ 0% ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി ഒട്ടും ഇല്ല തന്നെ എന്നർത്ഥം. ഇനി ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാൻ പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ നമുക്കിപ്പോ ഈ ചിത്രത്തിന്റെ ഭാഗത്തുള്ള, നമ്മൾ ഈ വർക്ക് ചെയ്ത ചിത്രത്തിന്റെ ഭാഗത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ചിത്രഭാഗം കാണുന്നില്ല. അതായത് ഈ ചിത്രം ബാക്ക്ഗ്രൗണ്ട് ചിത്രത്തിന്റെ ചില ഭാഗങ്ങളെ മറച്ചിരിക്കുന്നു എന്നർത്ഥം. അതായത് ഈ ചിത്രം, മുകളിലിരിക്കുന്ന ചിത്രം 100% ഒപ്പക്കാണ്, 0% ട്രാൻസ്പെറന്റ് ആണ് എന്നുകൂടി ഇതിനർത്ഥമുണ്ട്. ഇനി ഒപ്പാസിറ്റി കൺട്രോൾ കുറച്ച് നോക്കാം. ഇതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്ലൈഡർ കാണാനായിട്ട് സാധിക്കും. ഈ സ്ലൈഡർ പതുക്കെ ലെഫ്റ്റിലോട്ട് ഇപ്പോൾ 50% ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചിരിക്കാം. ഇവിടെ നിയർലി 50. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചിത്രം, നമ്മുടെ ആക്റ്റീവ് ലെയറിലുള്ള ചിത്രത്തിന്റെ അവസ്ഥ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാം. 50% ഒപ്പാസിറ്റി എന്നാൽ 50% ട്രാൻസ്പെറൻസി എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ ചിത്രം 50% ട്രാൻസ്പെറന്റ് ആയതിലൂടെ ബാക്ക്ഗ്രൗണ്ട് ചിത്രത്തിന്റെ ഭാഗങ്ങളെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക. 0% ഒപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം 100% ട്രാൻസ്പെറന്റ് ആണ്. ഫലത്തില് നമ്മുടെ ലെയറിലെ ചിത്രം ഒട്ടും തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയും നിലവിലുണ്ട്. അപ്പോൾ സ്വീകാര്യമായ അവസ്ഥയിൽ നമുക്ക് ട്രാൻസ്പെറൻസി കൊടുക്കുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന സംവിധാനമാണ് ഒപ്പാസിറ്റി. ഇത് ലെയർ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലെവലിൽ എടുക്കുന്നത് കളറിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒപ്പാസിറ്റിയാണ്. അത് ഓരോ കളറിംഗ് ടൂൾ എടുക്കുമ്പോഴും ആ കളറിംഗ് ടൂളിന് അപ്ലൈ ചെയ്യുന്ന തരത്തിൽ ഉണ്ടാവുന്ന ഒപ്പാസിറ്റിയെ നിയന്ത്രിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ ഒപ്പാസിറ്റി
കൊടുക്കുന്നതിന് നിങ്ങളുടെ കീബോർഡിൽ 0 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% ഒപ്പാസിറ്റി, 1 എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഒപ്പാസിറ്റി, 2 എന്നുള്ളത് 20%, 9 എന്നുള്ളത് 90%. ഇതിനിടയ്ക്കുള്ള ഒപ്പാസിറ്റി റേറ്റ് അല്ലെങ്കിൽ വാല്യൂ കൊടുക്കുന്നതിന് നിങ്ങളുടെ കീബോർഡിൽ ആ സംഖ്യ ഉടനെ അടിക്കുക. ഉദാഹരണമായിട്ട് 45 വേണ്ടെങ്കിൽ 45 ഉടനെ അടിച്ചു കഴിഞ്ഞാൽ 45% ഒപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ന്യൂമറിക് പാഡിൽ ആണ് അടിക്കേണ്ടത്. ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ കളറിംഗ് ടൂളുടെ ഒപ്പാസിറ്റി സാന്ദർഭികമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ടൂൾ എടുക്കുമ്പോഴും നമുക്ക് പഠിക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രഷ് ടൂള് സെലക്ട് ചെയ്തിരിക്കും. കളറിംഗ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കളറിംഗ് ടൂളിന്റെ പ്രോപ്പർട്ടി ബാറിൽ ഒപ്പാസിറ്റി എന്നൊരു കൺട്രോൾ കൂടി ഇവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ വരയ്ക്കുന്ന ലൈൻ, അതായത് ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ഒപ്പാസിറ്റി 100% ആയ കാരണം നമുക്ക് ബാക്കിലുള്ള ചിത്രങ്ങളുടെ മേലെ അത് പതിയുമ്പോൾ അത് ചിത്രം കാണാതാവുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഒപ്പാസിറ്റി കുറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനൊരു 35% കൊടുത്തതിന് ശേഷം വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ നോക്കാം. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിത്രത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് 2 ലെവലിലുള്ള ഒപ്പാസിറ്റി. ഇത് കൂടുതൽ വിശദമായിട്ട് ഓരോ ടൂളുകളും പരിചയപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം. പാഠം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇത് കണ്ടുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.